അവിടേക്ക് നോട്ടവും ചിന്തയും പോകരുതെന്ന് ഉള്ളിൽ നിന്നാരോ പറയുന്നുണ്ടെങ്കിലും ഒരുവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ഇടറിയ സ്വരവും ഓർമ്മയിലേക്ക് ഓടിയെത്തിയതും അവൻ പതിയെ കണ്ണുകളടച്ച് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അന്ന് രാത്രിയിലും തലേന്ന് നടന്ന സംഭവങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. മദ്യത്തിൻ്റെ ആസക്തിയിൽ അവൻ്റെ ഉപദ്രവങ്ങൾ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തിയ ശേഷം അവനൊരു തളർച്ചയോടെ അവൾക്ക് എതിർവശത്തേക്ക് തിരിഞ്ഞുകിടന്നു. അവൾക്ക് ശരീരമാകെ നീറി പുകയുകയായിരുന്നു. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും സാധിക്കാത്ത വണ്ണം ദേഹം മൊത്തം തളർന്നു പോകുന്നു. എന്നാൽ അതിനേക്കാളും ശക്തിയിൽ അവളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു വേദന. കണ്ണുകളിൽ നിന്നും വീണ്ടും നീരൊലിച്ചിറങ്ങി ചെവിത്തട്ടിനു പിറകിൽ ഒരു സാഗരം തന്നെ തീർത്തുകൊണ്ടിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും മുഖം ഓർമ്മ വന്നതും അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. എന്നാൽ തനിക്കരികിൽ ബോധമില്ലാതെയുറങ്ങുന്നവൻ ഉണർന്നുപോയാൽ തൻ്റെ ശരീരം വീണ്ടും നോവുമെന്ന പേടിയിൽ അവൾ 2 കൈകൊണ്ടും വാ പൊത്തിപ്പിടിച്ചിരുന്നു. അവൾക്കത്രമേൽ പേടിയായിരുന്നു അവനെ. സമയം മുന്നോട്ടു നീങ്ങിയതും ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞുപോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ സൂരജിനെ മുറിയിലൊന്നും കണ്ടില്ല. അത് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. എല്ലാത്തിനോടും ഒരു തരം ഉത്സാഹക്കുറവ് തോന്നിയതുകൊണ്ട് തന്നെ ആദ്യം അവൾ പോയത് കുളിക്കാനായിരുന്നു. തണുത്ത വെള്ളം തലയിൽ വീണപ്പോൾ തന്നെ പാതി ഭാരം ഒഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. കുളിയൊക്കെ കഴിഞ്ഞവൾ പുറത്തേക്ക് വരുമ്പോൾ ഹാളിലെ സെറ്റിയിൽ ഭാരതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവരൊന്ന് പുച്ഛത്തോടെ അവളെ നോക്കി. നേരം എത്രയായി എന്ന വിചാരം? ഇതുവരെയും കിടന്നുറങ്ങാൻ ഇത് നിന്റെ ചത്തുപോയ തന്തയും തള്ളയും ഉണ്ടാക്കിയ വീടല്ല. അവർ വല്ലാത്തൊരു ദേഷ്യത്തോടെയാണത് പറഞ്ഞത്. അത് കേട്ടതും അവളുടെ നോട്ടം നേരെ ചെന്നത് ചുമരിലെ ആണിയിലായി തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്കായിരുന്നു. സമയം 6 മണി ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലാകുമ്പോൾ ഇതിലും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി കണ്ണടയ്ക്കുമ്പോൾ നന്നേ നേരം വൈകിയിരുന്നു. ഭാരതിയമ്മയുടെ വായിൽ നിന്ന് വന്നത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. അതിനേക്കാൾ ഉപരി അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. താൻ ഇവിടേക്ക് വന്നതുകൊണ്ടാണല്ലോ മരിച്ചു പോയിട്ടും അവരെക്കുറിച്ച് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. പുറത്ത് വെളിച്ചം പോലും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും തൻ്റെ അമ്മയെയും അച്ഛനെയും ചീത്ത പറയാൻ തുടങ്ങി. അതിനുമാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തത്? ഇവർക്ക് കല്യാണത്തിന് ഇത്രയും താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മകനെക്കൊണ്ട് തന്നെ കെട്ടിച്ചത്? അവൾക്ക് അവരോട് തിരിച്ച് പലതും ചോദിക്കാനുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഉള്ളിൽ ഒതുക്കുക മാത്രമേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. പിന്നെ അവനിപ്പോ വരും. അപ്പോഴേക്കും ചായയും കടിയും ഉണ്ടാക്കണം. ചപ്പാത്തി മതി, അതാ അവനിഷ്ടം. അതിനുള്ള മാവ് അവിടെ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ട സാധനങ്ങളും. എടുത്തു വെച്ചത് മാത്രം എടുത്താൽ മതി, കേട്ടല്ലോ. അവരതും പറഞ്ഞുകൊണ്ട് വീണ്ടും മുറിയിലേക്ക് തന്നെ നടന്നു. മുറിയിൽ കയറി അവർ വാതിൽ അടച്ചതും അവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഒരു പാത്രത്തിൽ ചപ്പാത്തിക്കുള്ള മാവും വേറൊരു പാത്രത്തിൽ കറിക്ക് വേണ്ട സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അവൾ അതൊന്ന് തുറന്നു നോക്കി. കഷ്ടിച്ച് 2 പേർക്ക് കഴിക്കാനുള്ള ആഹാരത്തിനുള്ളതുണ്ട്. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തോ ഒരു തരം നിർവികാരത മാത്രം തോന്നുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ. ചെറിയമ്മയുടെ കൂടെയായിരുന്നപ്പോഴും പണികളെല്ലാം ചെയ്തിരുന്നത് അവളായിരുന്നു. അതുകൊണ്ട് ജോലിയെടുക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ ആയിരുന്നപ്പോഴും ചെറിയമ്മ യാതൊന്നും ചെയ്യാറില്ലായിരുന്നു. എല്ലാ ജോലികളും അവളുടെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. അവൾ തന്നെയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പാചകം മാത്രമല്ല, എല്ലാ വീട്ടുജോലികളും അവൾക്ക് നല്ലപോലെ വശമായിരുന്നു. ശരീരം വല്ലാതെ തളരുന്നുണ്ടെങ്കിലും സൂരജ് വരുമ്പോഴേക്കും ചായ തയ്യാറാക്കണമല്ലോ എന്ന ചിന്തയിൽ അവൾ വേഗം എല്ലാം ഉണ്ടാക്കി തുടങ്ങി. ഇനി അതിൻ്റെ പേരിൽ കൂടി ഒരു മർദ്ദനം ഏറ്റുവാങ്ങാൻ വയ്യ. 2 ദിവസം കൊണ്ട് ശരീരം അത്രമേൽ തളർന്നിരിക്കുന്നു. സൂരജ് ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുമ്പോഴേക്കും അവളെല്ലാം തയ്യാറാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നു. അവൻ്റെ കൂടെ ഭാരതിയമ്മയും വന്നിരിക്കുന്നുണ്ട്. ഭാരതിയമ്മ തന്നെയാണ് അവർ 2 പേർക്കുമുള്ള ഭക്ഷണം വിളമ്പിയത്. ഭക്ഷണത്തിനെല്ലാം നല്ല സ്വാദുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കഴിക്കുന്നതിനിടയിൽ കുറ്റം പറയാൻ അവർ മറന്നുപോയിരുന്നു എന്നതാണ് സത്യം. കഴിച്ചു കഴിഞ്ഞതും എഴുന്നേറ്റ് പോകുമ്പോൾ സൂരജിൻ്റെ നോട്ടം എത്തിയത് അവളിലേക്കാണ്. അവളെയൊന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം അവൻ പുറത്തേക്ക് പോയി.
എന്തിനാണ് അവൻ തന്നെ അത്രയും ദേഷ്യത്തിൽ നോക്കിയതെന്ന് പോലും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. കൊണ്ടുവച്ച ഭക്ഷണമെല്ലാം അമ്മയും മകനും കഴിച്ചു തീർത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴേ അവൾക്ക് തോന്നിയിരുന്നു അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനായിരിക്കും അവൻ്റെ കത്തുന്ന നോട്ടം തനിക്ക് നേരെ വന്നത്? അവളത് ചിന്തിക്കുമ്പോഴേക്കും അവൻ അമ്മയോട് യാത്ര പറഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. പോകുമ്പോൾ പോലും തൻ്റെ നേർക്ക് അവൻ്റെ ഒരു നോട്ടം പോലും വീണിട്ടില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു. മിക്ക ഭാര്യമാർക്കും അത് വേദന ഉണ്ടാക്കുന്നതായിരിക്കാം. എങ്കിലും കത്തുന്ന നോട്ടത്തിനേക്കാൾ നല്ലത് നോട്ടം ഏൽക്കാത്തത് തന്നെയാണെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും അവൻ തന്നെ ഒരു ഭാര്യയായി കണ്ടിട്ടില്ല. അവൻ്റെ അമ്മയും അങ്ങനെ തന്നെ. സ്ത്രീധനമായി ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണണം. അത് കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമായിരിക്കും ഇതെന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും ഭാരതിയമ്മയും കഴിച്ച് എഴുന്നേറ്റിരുന്നു. ഉച്ചക്കത്തേക്കു വേണ്ട ഊണിൻ്റെ കാര്യങ്ങളും അന്ന് ചെയ്തു തീർക്കേണ്ട ജോലിക്കാര്യങ്ങളും അവളെ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് അവർ കൈ കഴുകി വീണ്ടും മുറിയിലേക്ക് തന്നെ നടന്നു. അവൾ പതിയെ അവർ കഴിച്ച പാത്രവുമെല്ലാം എടുത്ത് അടുക്കളയിലേക്കും നടന്നു. മേശ തുടച്ചു വെച്ച ശേഷം പാത്രമെല്ലാം കഴുകി എടുത്തു വെച്ചു. നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. വീട്ടിലാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഒരു കട്ടൻ ചായയെങ്കിലും കുടിക്കുന്നത് പതിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട തിരക്കിനിടയിൽ അതിനും പറ്റിയില്ല. ഒരുപക്ഷേ കുടിക്കാതിരുന്നത് നന്നായി. ഇനി അതെങ്ങാനും കണ്ടു വന്നിരുന്നേൽ അതിന് വേറെ കേൾക്കണമായിരുന്നു. എന്തുകൊണ്ടോ 2 ദിവസം കൊണ്ട് തന്നെ അവൾക്ക് അത്രമേൽ അവരെ പേടി തോന്നിയിരുന്നു. ഒന്നാമത്തെ കാര്യം, അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥ പെണ്ണാണല്ലോ അവൾ. ചെറിയമ്മയും ചെറിയച്ഛനും അവളെന്ന ഭാരത്തെ ഒഴിവാക്കി വിട്ടതാണെന്ന് അവരമ്മയ്ക്കും മകനും അറിയാമെന്ന് അവൾക്ക് നന്നായി അറിയാം. രണ്ടാമത്, ഇവിടുന്ന് ഇറങ്ങിയാൽ കയറിച്ചെല്ലാൻ ഒരിടം പോലുമില്ല. അവൾ വേഗം ഒരു പാത്രം കഴുകിയെടുത്ത് ചപ്പാത്തി ഇട്ട് വെച്ചിരുന്ന പാത്രത്തിന് അടുത്തേക്ക് നടന്നു. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പണിയെടുക്കാം എന്നാശ്വസിച്ചുകൊണ്ട് അവൾ പാത്രം തുറന്നു നോക്കിയതും അവൾക്ക് കരച്ചിൽ വന്നു പോയിരുന്നു. ആർക്കോ വേണ്ടി ബാക്കി വെച്ചതുപോലെ ഒരു ചപ്പാത്തിയുടെ പാതി കഷ്ണം മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. തന്നെ പട്ടിണിക്കിടണം, എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം എന്നവൾക്ക് തോന്നിപ്പോയി. രാത്രിയിലെ ക്ഷീണം കൊണ്ടാകാം, ആ സമയമാകുമ്പോഴേക്കും അവൾക്ക് നല്ലതുപോലെ വിശന്നിരുന്നു. അവൾ ആ ചപ്പാത്തിയുടെ പാതി കഷ്ണത്തിലേക്ക് ഒന്ന് നോക്കി. കണ്ണിലൊരു എരിച്ചിൽ വന്നു തുടങ്ങിയതും താൻ കരയുവാൻ തുടങ്ങുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ കണ്ണൊന്നമർത്തി തുടച്ചു. ശേഷം മുഖമൊന്ന് കഴുകി തിരിഞ്ഞപ്പോഴാണ് കൗണ്ടർ ടോപ്പിന് അടിയിലായി വെച്ചിരിക്കുന്ന വലിയ ടിന്നുകൾ കണ്ടത്. അവൾ അത് എന്താണെന്ന് നോക്കിയപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും നിറച്ചു വെച്ചിരിക്കുന്ന ടിന്നുകളായിരുന്നത്. അതിൻ്റെ 3/4 ഭാഗത്തോളം പൊടിയുണ്ടായിരുന്നു അതിൽ. അത് കാണുമ്പോൾ അവൾക്ക് അവളോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നി. എന്തു ചെയ്യാനാണ്? സാധനം കൺമുന്നിലുണ്ടെങ്കിലും അത് ഉണ്ടാക്കി കഴിക്കാനുള്ള അവകാശമില്ലല്ലോ. പാതി ചപ്പാത്തിയെങ്കിൽ പാതി ചപ്പാത്തി. അതും വിചാരിച്ചുകൊണ്ട് അവൾ അത് പതിയെ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുക്കളമുറ്റത്തേക്ക് എന്തോ വീണ ശബ്ദം കേൾക്കുന്നത്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ചെന്നതും അവൾ കാണുന്നത് അപ്പുറത്തെ മതിലിനരികിൽ നിൽക്കുന്ന നിർമ്മലാമ്മയെയാണ്. അവൾ അവരെ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചതും അവരവളെ കൈകൊണ്ട് മാടി വിളിച്ചു. അവളൊന്ന് അകത്തേക്ക് ഏന്തി നോക്കിയ ശേഷം വേഗത്തിൽ മതിലിനരികിലേക്ക് ചെന്നു. പേടിക്കണ്ട, അത് ഞാനൊരു ചെറിയ കല്ലെറിഞ്ഞതാ. മോളെ വിളിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലാലോ. അവരത് പറഞ്ഞതും അവൾ നിറഞ്ഞ മനസ്സോടെ ഒന്നവരെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിക്ക് വലിയ തെളിച്ചമില്ലെന്ന് നിർമ്മലാമ്മയ്ക്ക് മനസ്സിലായിരുന്നു. സൂരജ് പോയത് ഞാൻ കണ്ടു. ആ ധൈര്യത്തിലാ ഞാൻ കല്ലെറിഞ്ഞത്. അല്ലെങ്കിൽ അവനെന്നെ കൊന്ന് കൊല വിളിച്ചേനെ. നിർമ്മലാമ്മ ചെറിയൊരു ചിരിയോടെ പറഞ്ഞതും അവളും പതിയെയൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്തോ അവരോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. ഇതുപോലെയൊരു അമ്മയെയായിരുന്നു തനിക്ക് കിട്ടിയതെങ്കിൽ. അവൾ വെറുതെ ഒന്ന് ആശിച്ചു. ആ, ഇപ്പോൾ പോയതേയുള്ളൂ, അവളും പതിയെ പറഞ്ഞു. സൂരജ് പോയത് കണ്ടതുകൊണ്ടാണ് നിർമ്മലാമ്മ വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. മോള് ചായ കുടിച്ചോ? അവർ ചോദിച്ചു. ഇല്ല ആൻറ്റി, കുടിക്കാൻ പോവുകയായിരുന്നു. ആൻറ്റി കുടിച്ചോ? അവളൊരു വരുത്തി തീർത്ത ചിരിയോടെ തന്നെ പറഞ്ഞു. ആൻറ്റിയും കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. മോളെന്നാ അവിടെ നിൽക്ക്, ആൻറ്റി ഇപ്പോൾ വരാം. അവരതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിലൊരു പാത്രമുണ്ട്. അവർ വേഗം അവളുടെ അരികിലേക്ക് വന്ന് ആ പാത്രം അവൾക്ക് നേരെ നീട്ടി.
എന്താ ആൻറ്റി ഇത്? തനിക്ക് നേരെ നീട്ടിയ പാത്രം കണ്ടവൾ ചോദിച്ചു. അത് മോള് തന്നെ തുറന്നു നോക്ക്. നിർമ്മലാമ്മ പറഞ്ഞതും അവൾ പതിയെ അതൊന്ന് തുറന്നു നോക്കി. നല്ല ഇലയടയായിരുന്നു അത്. പാത്രം തുറന്നതും അതിൻ്റെ മണം അവളുടെ മൂക്കിലേക്കു അടിച്ചു കയറി. വിശപ്പ് കൊണ്ടായിരിക്കണം അവളുടെ വായിൽ വെള്ളം ഊറുകയും ചെയ്തു. ഇന്ന് ചായക്ക് ആൻറ്റി ഉണ്ടാക്കിയതാ. അവര് കാണുന്നതിന് മുൻപേ മോള് വേഗം കഴിച്ചോ. അവരത് പറഞ്ഞതും അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയിരുന്നു. ഏതോ ലോകത്തു നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇവരെക്കൊണ്ടിതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നവൾക്ക് തോന്നി. എൻ്റെ കുഞ്ഞെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഏതു നേരവും ഇങ്ങനെ കരയാൻ ഇതിനു മാത്രം വെള്ളം എവിടെ നിന്നാ വരുന്നത് എന്നാ എനിക്കറിയാത്തത്. അവരൊരു ചിരിയോടെ പറഞ്ഞതും അവളും അറിയാതെ ചിരിച്ചു പോയിരുന്നു. അവൾ വേഗം അതിൽ നിന്നും 2 ഇലയട എടുത്ത് കഴിച്ചു. കുറച്ചു കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു. ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ആഹാരം അതാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഒന്ന് കഴിച്ചതും അവൾ അറിയാതെ തന്നെ ഒന്നുകൂടി കഴിച്ചു പോയിരുന്നു. അത് കണ്ടതും നിർമ്മലാമ്മ ചിരിയോടെ തന്നെ പറഞ്ഞു. ഇത് മൊത്തം മോൾക്കുള്ളതാ, മോള് കഴിച്ചോ. അയ്യോ വേണ്ട ആൻറ്റി, ഇത് തന്നെ ധാരാളം. ആൻറ്റിക്ക് നല്ല കൈപുണ്യമുണ്ട് കേട്ടോ, നല്ല സ്വാദുണ്ട്. അവൾ പറഞ്ഞതും അവരൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചു. അപ്പോഴേക്കും അകത്തുനിന്ന് ഭാരതിയമ്മയുടെ ശബ്ദം കേട്ടു തുടങ്ങിയിരുന്നു. അവൾ വേഗം പാത്രം നിർമ്മലാമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും നിർമ്മലാമ്മ അവളെ പിറകിൽ നിന്നും വിളിച്ചു. അല്ല മോളെ, ചോദിക്കാൻ മറന്നുപോയി. മോളെ പേരെന്താ? അവരത് ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. അരുണിമ. ആൻറ്റിയുടെ പേരോ? നിർമ്മല. അവരും ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. ശരി ആൻറ്റി, അമ്മയുടെ ഒച്ച കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൾ അതും പറഞ്ഞു വേഗത്തിൽ അടുക്കളയിലേക്ക് പാഞ്ഞുപോയി. താൻ കൊടുത്ത ഭക്ഷണം അവൾ കഴിച്ചതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു, കൂട്ടത്തിൽ അവളുടെ പേരറിഞ്ഞതിൻ്റെയും. അവരൊരു ചിരിയോടെ അകത്തേക്ക് നടന്നു. കോളേജിലേക്ക് പോകാൻ റെഡിയാവുമ്പോഴാണ് സച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അതും എടുത്ത് സംസാരിച്ചവൻ ചെന്ന് നിന്നത് ജനലിനോരത്തായിരുന്നു. അവിടെ നിന്നും നോക്കിയാൽ അടുക്കള ഭാഗം വ്യക്തമായി കാണാമായിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിർമ്മലാമ്മ ഇവിടുത്തെ മുറ്റത്തു നിന്നും എന്തോ ഒന്ന് എടുത്ത് അപ്പുറത്തേക്ക് എറിയുന്നത് കണ്ടത്. അത് കണ്ടതും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് സച്ചു ഫോൺ വെച്ചു. നിർമ്മലാമ്മ എന്താണ് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്കിതെന്ത് പറ്റി എന്നാലോചിച്ചു നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ അടുക്കളയിൽ നിന്നും അവൾ ഇറങ്ങി വന്നത്. അവളെ കണ്ടതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നിരുന്നു. അന്ന് കണ്ടതുപോലെ ആയിരുന്നില്ല ഇന്ന് അവളെ കാണുമ്പോൾ. അന്നത്തെ പോലെ കരഞ്ഞു വീർത്ത കണ്ണുകളായിരുന്നില്ല അപ്പോൾ അവൾക്ക്. നിറയെ കൺപീലികൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് തന്നെ കണ്ണുകൾ കരിയെഴുതാതെ തന്നെ എടുത്തു കാണാമായിരുന്നു. കുളി കഴിഞ്ഞതുകൊണ്ടാവണം തലയിൽ തോർത്ത് ചുറ്റിയിട്ടുണ്ട്. ആകെ ചമയം എന്ന് പറയുവാൻ സിന്ദൂരം മാത്രമാണുള്ളത്. അവൻ അവളെ കാണുമ്പോൾ വല്ലാത്തൊരു ഐശ്വര്യം തോന്നി. അന്യനൊരുത്തൻ്റെ ഭാര്യയെയാണ് താൻ നോക്കി നിൽക്കുന്നത് എന്നവനപ്പോൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവളെ നോക്കി നിന്നപ്പോഴാണ് അവൻ ആ ബോധം തന്നെ വന്നത്. പെട്ടെന്ന് തന്നെ എന്തോ അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ അവ്യക്തമായ സ്വരം അവൻ്റെ കാതിൽ പതിഞ്ഞത്. അവരുടെ സംസാരം തീർത്തും മെല്ലെയായിരുന്നതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത് എന്നവന് വ്യക്തമല്ലായിരുന്നു. എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ വേഗം താഴത്തെ മുറിയിലേക്ക് ഓടി. അവിടെ നിന്നാൽ അവർ പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. വേഗത്തിൽ ഓടിയതുകൊണ്ടാകണം മുറിയിൽ എത്തുമ്പോഴേക്കും അവനൊന്ന് കിതച്ചു പോയിരുന്നു. അപ്പോൾ അവളുടെ സ്വരം അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൻ പതിയെ ജനലിനോരം ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കയ്യെത്താ ദൂരത്തെന്ന പോലെ അവളെ കാണാമായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടി തിളങ്ങി. ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ അത്രമേൽ നിഷ്കളങ്കമായിരുന്നു അവളുടെ മുഖം. അവനൊരു നിമിഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പതിയെ ശ്വാസമെടുത്തു. തൻ്റെ അമ്മ കൊടുത്ത ഭക്ഷണം അവൾ ഇഷ്ടത്തോടെ കഴിക്കുന്നത് അവനൊരു സംതൃപ്തിയോടെ നോക്കി നിന്നു. പെട്ടെന്നാണ് അവൾ തിരിഞ്ഞു നടന്നത്. കൺമുൻപിൽ നിന്നും അത്രമേൽ മനോഹരമായൊരു ചിത്രം മാഞ്ഞു പോയതുപോലെ അവനൊരു നിരാശ തോന്നി. നിർമ്മലാമ്മ അവളെ പുറകിൽ നിന്നും വിളിക്കുന്നതും അവളുടെ പേര് ചോദിക്കുന്നതും കേൾക്കെ അവൻ്റെ ഹൃദയം ഒന്നുകൂടി വേഗത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. എന്തോ കേൾക്കാൻ കൊതിക്കുന്നത് പോലെ കാതുകൾ അവളുടെ ഉത്തരത്തിനായി കാതോർത്തു നിന്നു. അരുണിമ. അവളത് പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനൊന്ന് അത് ഏറ്റു പറഞ്ഞു നോക്കി.
പിന്നെ ഒരു മൂളിപ്പാട്ടോടെ തിരിച്ച് മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. നിർമ്മലാമ്മ അകത്തേക്ക് കയറി വരുമ്പോൾ ചായ കുടിക്കാനായി താഴേക്ക് വരുന്ന സച്ചുവിനെയാണ് കാണുന്നത്. അവർ വേഗം അവന് കഴിക്കാനുള്ളത് പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചു. കൈ കഴുകി വന്ന അവൻ നിർമ്മലാമ്മയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കഴിക്കാനായി ഇരുന്നു. എടാ, ഞാൻ ആ കൊച്ചിൻ്റെ പേര് ചോദിച്ചു കേട്ടോ. അരുണിമ, അതാ പേര്. അവരത് പറഞ്ഞതും അവനൊന്നവരെ ഒന്നും അറിയാത്തതുപോലെ ഇരുത്തി നോക്കി. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? നീയല്ലേ ഇന്നലെ എന്നെ കളിയാക്കിയത് എനിക്ക് അവളുടെ പേര് പോലും അറിയില്ലെന്ന്? അവൻ്റെ നോട്ടം കണ്ടതും നിർമ്മലാമ്മ പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. അരുണിമയെങ്കിൽ അരുണിമ, അതിനിപ്പോൾ നമുക്കെന്താ? അവൻ അതും പറഞ്ഞുകൊണ്ട് വേഗം കഴിച്ച് എഴുന്നേറ്റു. പക്ഷേ അപ്പോഴും ഹൃദയം എന്തിനോ വേണ്ടി തുടികൊട്ടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവളെക്കുറിച്ച് പറയുമ്പോൾ പോലും എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? എന്താണെങ്കിലും പാടില്ല. താൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അവൾ മറ്റൊരുവൻ്റെ ഭാര്യയാണ്. അവൻ അവളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവൾ ഒരുപക്ഷേ അവനെ സ്നേഹിക്കുന്നുണ്ടാവും. ആ ചിന്തയിൽ അവളെന്ന ചിന്തയെപ്പോലും അവൻ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. പതിവ് പോലെ കോളേജിലേക്ക് പോകുമ്പോൾ നിർമ്മലാമ്മയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്ന ആ മുത്തം അവൻ അന്നും കൊടുത്തു. അതിനുശേഷമാണ് അവൻ വണ്ടിയിലേക്ക് കയറിയത്. അവനും നിർമ്മലാമ്മയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ആ മുത്തം. അവൻ പോകുന്നതും നോക്കി അവർ കൈവീശി കാണിച്ചുകൊണ്ടിരുന്നു. അവൻ പോയി കഴിഞ്ഞ് ഗേറ്റ് അടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിയപ്പോഴാണ് സൂരജിൻ്റെ വീടിൻ്റെ ഉമ്മറത്തു നിന്നും തന്നെ നോക്കി നിൽക്കുന്ന അരുണിമയെ അവർ കണ്ടത്. അവരവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ മോനാ, അവനിവിടെ അടുത്തുള്ള കോളേജിലെ മാഷാ. അവരത് പറഞ്ഞതും അവളും ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ പതിയെ അവർക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. ശേഷം നിർമ്മലാമ്മയും ഒരു പുഞ്ചിരിയോടെ തന്നെ അകത്തേക്ക് നടന്നു. അടുക്കളയിൽ ഊണിൻ്റെ ഒരുക്കങ്ങളിൽ ആയിരിക്കുമ്പോഴും അവളുടെ മനസ്സ് അത്രയും നേരത്തെ കണ്ട കാഴ്ചയിലായിരുന്നു. ആ അമ്മയും മകനും തമ്മിൽ അത്രത്തോളം സ്നേഹത്തിലാണെന്ന് അവൾക്ക് തോന്നി. അവരുടെ മനസ്സ് അത്രമേൽ ലോലമായതുകൊണ്ടായിരിക്കണം അവർ തന്നോടും ഇത്രമേൽ സ്നേഹത്തിൽ പെരുമാറുന്നത്, അവൾ ചിന്തിച്ചു.